ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡലിയൊക്കെ ഞാനൊന്ന് ഒഴിച്ച് വെച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ റെഡി ആയായിരുന്നു. ചായ ഇനി ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. അപ്പം ഇഡലിക്ക് സാമ്പാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഈ കാക്ക ഭയങ്കര ശല്യം വെച്ചാൽ അതിൽ തുറന്നിടാൻ പറ്റത്തില്ല, ഉടനെ ഇങ്ങനെ കയറി വരും. അപ്പോൾ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് അതിലേക്കൊരു 6 സവാള, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, വലിയ ഒരു കഷ്ണം ഇഞ്ചി, അതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ അത് കുറച്ചൊന്ന് വാടി വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടൊമാറ്റോ അരച്ചതുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം കറിക്കായിട്ട് മത്തങ്ങയും പയറൂടെ ഇട്ട കറിയാണ്. മത്തങ്ങയൊക്കെ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചായിരുന്നു, അതൊന്നിപ്പം ഉടച്ചെടുക്കുന്നുണ്ട്. അന്നേരം സവാളയൊക്കെ ഇവിടെ ഒന്ന് വഴന്ന് വന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി തീ കൂട്ടിയിട്ട് തന്നെ ഞാനിതിൻ്റെ പച്ചമണം പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോണം മസാല കരിഞ്ഞു പോകാതെ അടുത്ത് നിന്ന് തന്നെ നന്നായിട്ട് കൈ മാറ്റാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. അതിൻ്റെ ആ മണം വരും, മസാലയൊക്കെ മൂത്ത ഒരു മണം വരും. അപ്പോൾ മസാലയുടെയൊക്കെ നല്ല മണമൊക്കെ വന്നുകൊണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ മസാലകളെല്ലാം ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുമായതുകൊണ്ട് മിക്സിയുടെ ഞാൻ ടൊമാറ്റോ അരച്ചില്ലേ, ആ മിക്സിയുടെ ജാറ് കഴുകി സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ മസാലയ്ക്ക് ഒന്ന് ലൂസാവാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ചിക്കനിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ പരിപ്പ് കറിക്കായിട്ട് മത്തങ്ങയും പയറിനും കറിക്ക് വേണ്ടി തേങ്ങ അരച്ച അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം ഇത്രയുമാണ് അരച്ചതിൽ ചേർത്തേക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് കടുക് വറക്കണം. പരിപ്പ് ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ കടുക് വറക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് വറക്കാൻ നേരം ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങയെങ്കിൽ ഇടട്ടെ. കടുക് വറക്കാനായിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, അതെല്ലാമാണ് ഇച്ചിരി. എന്നിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചാണ് കറിയിൽ ഒഴിക്കുന്നത്. ഞാനിവിടെ തോരൻ വെക്കുന്നത് പയർ തോരനാണ്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിനുള്ള തേങ്ങ, സവാള, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് ഞെവിടിയെടുക്കും. എന്നിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് കടുക് ഇട്ടിട്ട് ഇതിട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം പയറൊക്കെ ഒന്ന് ഒതുക്കി ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോഴത്തേക്കിന് നമ്മൾ കടുക് വറുക്കാനുള്ള എല്ലാം മൂത്ത് കിട്ടിയായിരുന്നു. ഇപ്പോൾ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഞാൻ വേറൊരു പാത്രത്തിലാക്കി ചിക്കന് ഞാൻ കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് ഊണ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്തിട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.